ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാരെ വരെ ബാധിച്ച് കാണുന്ന ഒരു രോഗമാണ് നടുവേദന. സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ട് കമ്പ്യൂട്ടറിലും മറ്റും കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഇത് ധാരാളമായി ഇന്ന് കണ്ടുവരുന്നു. സാധാരണ ആയുർവേദ വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ കിട്ടുന്ന രോഗങ്ങളിൽ ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഒരു ജോലി സംബന്ധമായ ഈ ഒരു പ്രശ്നം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതിനെ എങ്ങനെ നേരിടാം, ഇതിനെ എങ്ങനെ രോഗനിർണയം നടത്താം എന്നുള്ളത് പല സെമിനാറുകളിലും ഇപ്പോഴും ഒരു മുഖ്യമായ ചർച്ചാ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സാധാരണഗതിയിൽ രോഗത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഇതൊരു സ്വതന്ത്രമായി ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഒരു മസിലിൻ്റെ ഒരു സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് മുതൽ അല്ലെങ്കിൽ നടുവിന് വരുന്ന കേടുപാടുകൾ ഉൾപ്പെടെയുള്ളത് സ്വതന്ത്രമായൊരു നടുവേദനയാണ്. അതല്ലാതെ മറ്റ് രോഗങ്ങളോട് അനുബന്ധിച്ച് ഈ രോഗം വരാറുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കൊരു വൈറൽ ഫീവർ വരുമ്പോൾ ശക്തമായ നടുവേദന വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു ചിക്കൻ ബോക്സ് വരാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു രോഗത്തിൻ്റെ ആരംഭ ദശയിൽ ശക്തിയായ നടുവേദന കാണാറുണ്ട്. അർശസ് തുടങ്ങിയ ചില രോഗങ്ങളിൽ നടുവേദന കാണാറുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ കാണുന്ന നടുവേദനയും ഈ സാധാരണ നട്ടെല്ലിന് വരുന്ന തകരാറ് കൊണ്ടുണ്ടാവുന്ന നടുവേദനയും ഒക്കെ തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ചികിത്സാപരമായിട്ട് ഇവ തമ്മിൽ വളരെ വ്യത്യാസമുള്ളതുകൊണ്ട് അവയെ നമുക്ക് വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു കൃത്യമായ ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയുകയുള്ളൂ. ഈ നട്ടെല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കശേരുവിൻ്റെ മുകളിൽ മറ്റ് കശേരുക അടുക്കി വെച്ച രീതിയിലാണ് നട്ടെല്ലിൻ്റെ ഒരു സാമാന്യ സ്വഭാവം. അപ്പോൾ ഈ രണ്ട് കശേരുകൾ തമ്മിൽ അസ്ഥി കൊണ്ടുണ്ടാക്കിയതാണ് കശേരുക. അപ്പോൾ ഈ രണ്ട് കശേരുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനും അവയ്ക്ക് ഒരു കുഷൻ ഇഫക്റ്റ് കിട്ടാനുമായിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു രണ്ട് കശേരുകൾ തമ്മിൽ ചേരുന്ന സ്ഥലത്ത് കുറച്ചൊരു മാംസളമായൊരു ഭാഗമുണ്ട്. മാംസളം എന്ന് പറയാൻ പാടില്ല, കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയതാണത്. അതിന് ഡിസ്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ കാണുന്ന ഈ സ്വതന്ത്രമായ നടുവേദനയെല്ലാം തന്നെ ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ മൂലം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക് സംബന്ധമായ രോഗങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഡിസ്ക് എന്ന് പറയുന്ന ഒരു സാധനം ഒരു റബ്ബർ ബുഷിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റുന്നതാണ്. വണ്ടികളിൽ രണ്ട് മെറ്റാലിക് പാർട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് റബ്ബർ ബുഷുകൾ കൊടുക്കാറുണ്ട്. ഈ റബ്ബർ ബുഷുകൾ തേയ്മാനം വരുമ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ശബ്ദം കേൾക്കുകയും മറ്റും പതിവുണ്ട്. അപ്പോൾ ഉടൻ തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റി റബ്ബർ ബുഷുകൾ മാറ്റാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഒരു റബ്ബർ ബുഷാണ് ശരിക്കും പറഞ്ഞാൽ ഈ കശേരുകയുടെ ഇടയ്ക്കുള്ള ഈ ഡിസ്ക്. ഈ ഡിസ്കിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അതിന് വരുന്ന കേടുപാടുകൾ മരുന്ന് കൊണ്ടും അതുപോലെ ചികിത്സ കൊണ്ടും മാറ്റിയെടുക്കാനേ കഴിയുകയുള്ളൂ. പിന്നെ ഈ ഡിസ്കിന് തകരാറുകൾ വരാതിരിക്കാനുള്ള ജീവിത ശൈലി മാറ്റങ്ങളും വരുത്താൻ കഴിയും. അപ്പോൾ ഡിസ്കിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് രക്തസഞ്ചാരം ഇല്ല. ഈ ഡിസ്കിന് ഇത് ചുറ്റുമുള്ള ഈ ടിഷ്യൂകളിൽ നിന്നാണ് ഇതിൻ്റെ ന്യൂട്രീഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന് നേർസ് ഇല്ല, അതായത് ഇതിൻ്റെ വേദനയെ അറിയാനുള്ള കഴിവ് ഇതിനില്ല, വേദനയെ അറിയിക്കാനുള്ള കഴിവില്ല. അപ്പം ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ തകരാറുകൾ മറ്റ് ഭാഗങ്ങളെ സ്പർശിക്കുമ്പോഴോ പ്രസ് ചെയ്യുമ്പോഴാണ് അത് നടുവേദനയും മറ്റു വിധത്തിലുള്ള വേദനാ വിശേഷങ്ങളുമായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഡിസ്കിനെ സംബന്ധിച്ചിടത്ത് ഇത്രയും മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നടുവേദന എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഒരാളിപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഡിസ്കിന് ഏറ്റവും കംപ്രഷൻ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഡിസ്കിനകത്തുള്ള ഫ്ലൂയിഡുകളെല്ലാം ന്യൂട്രീഷ്യസ് ഫ്ലൂയിഡുകളെല്ലാം പുറത്തേക്ക് വരുന്നു. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അതുപോലെ മലർന്ന് നമ്മൾ ഡിസ്ക് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഡിസ്കിലേക്ക് ന്യൂട്രീഷൻ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ദൈനംദിന ചലനശേഷി അല്ലെങ്കിൽ ചലനം മൂലമാണ് ഡിസ്കിന് ന്യൂട്രീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയം ഡിസ്കിന് ചലനം കിട്ടാത്ത രീതിയിൽ കൂടുതൽ സമയം നമ്മൾ ഒരുപാട് മണിക്കൂറുകളൊക്കെ ഇരുന്ന് ഒരേ സമയം ജോലി ചെയ്യുമ്പോൾ ഡിസ്ക് ഇങ്ങനെ കംപ്രസ്ഡ് ആവുകയും ആ ഡിസ്കിൽ നിന്ന് ന്യൂട്രീഷൻ കൊടുക്കുന്ന വസ്തുക്കളൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന അവസരത്തിൽ കുറേ നാളുകൾ ഈ കാര്യം തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്കിന് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കുന്നു. ഈ ഡീജനറേഷൻ സംഭവിക്കുന്ന ഡിസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ രോഗങ്ങളുണ്ടാക്കുന്നത്. സ്വതന്ത്രമായി ഉണ്ടാകുന്ന നടുവേദനയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഈ രീതിയിൽ നിർദ്ദേശിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ഡിസ്കിന് എന്തുമാത്രം ഡീജനറേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ ഡിസ്ക്
അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ ഒരു ഞരമ്പുകളെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ, പ്രസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള MRI സ്കാൻ ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം സാധാരണ സംഭവിക്കാറ് പ്രായമായ ആൾക്കാരിലാണ്. പ്രായമായ ആൾക്കാരിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ നട്ടലിന് തന്നെ കുറച്ച് തേയ്മാനം ഉണ്ടാകുമ്പോൾ അത് ഡിസ്കിനെയും ബാധിക്കുന്നു, ഡിസ്കിൻ്റെ ന്യൂട്രീഷനെയൊക്കെ ബാധിക്കുന്നു. അപ്പോൾ അത് പ്രായമായ ആൾക്കാരിൽ കാണുന്ന ഒരു അസുഖമായിട്ട് മാറുന്നു. വെറും ഒരു മസിലിൻ്റെ ഉളുക്ക് മുതൽ നട്ടലിന് വരുന്ന കാര്യമായ വലിയ വലിയ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളുടെയും ലക്ഷണമാണ് നടുവേദന. അതുകൊണ്ട് ഈ രോഗം എന്താണ് എന്ന് കൃത്യമായ രോഗനിർണയം നടത്തിയാൽ മാത്രമേ ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സ നിർദ്ദേശിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം വേണമെന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. സാധാരണഗതിയിൽ ചെറിയ നടുവേദന ആയിരിക്കും തുടക്കമുണ്ടാകുക. അത് നെഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിനെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ് അത് കൂടുതലായ വേദനയായി മാറുന്നത്. ചിലർക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ വേദന. ചിലർക്ക് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ നടുവ് നിവർന്ന് വരുമ്പോൾ ഉള്ള ആ സമയത്തായിരിക്കും വേദന. ചിലർക്ക് കുനിഞ്ഞ് നിവരുമ്പോഴായിരിക്കും വേദന. ചിലർക്ക് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും വേദന. സാധാരണഗതിയിൽ ഈ ലക്ഷണങ്ങളൊക്കെ നടുവേദന എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് രോഗി വരുന്നതെങ്കിലും അത് ഓരോ രീതിയിലുള്ള വേദനയും നട്ടലിൻ്റെ ഓരോ തരത്തിലുള്ള കേടുപാടുകളെയാണ് ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ചിലക്ക് കാലുകളിലേക്ക് വേദന ബാധിക്കും. കാലുകളിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നതും ധാരാളം കാണാറുണ്ട്. അതുപോലെ കാലുകൾക്ക് തളർച്ച പോലെ ബലക്കുറവുണ്ടാവുക, അതുപോലെ തന്നെ ഈ മൂത്രം അറിയാതെ പോവുക, മലം പോകുന്നതിനുള്ള നിയന്ത്രണം പോവുക, ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു രോഗശമനം വേണമെങ്കിൽ ചിലപ്പോൾ ചില നട്ടലിന് തരുത്തുന്ന നട്ടലിന്മേൽ ചെയ്യുന്ന ചില ഓപ്പറേഷൻ പോലെ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അത്രയും വരെ ഒന്നും ഈ രോഗത്തെ നീട്ടിക്കൊണ്ടുപോകാതെ ആദ്യ അവസ്ഥയിൽ തന്നെ ചികിത്സിച്ചാൽ ഇതെല്ലാം ഒരു വിധത്തിൽ നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. പിന്നെ MRI സ്കാൻ പോലുള്ള പുതിയ പരിശോധനാ രീതികളെല്ലാം ഈ രോഗനിർണയത്തെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നട്ടലിലൊരു ട്യൂമർ ഉണ്ടായി അത് ഈ വെർട്ടിബ്രൽ കോളത്തിനെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ പ്രസ് ചെയ്യുമ്പോൾ നടുവേദന ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ ഒരു സർജറി മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഓപ്ഷൻ ചികിത്സ. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്താൽ രോഗം മാറുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആധുനിക മാർഗം ഉപയോഗിച്ച് ഉള്ള രോഗനിർണയ രീതി അല്ലെങ്കിൽ രോഗപരിശോധനാ ക്രമം ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ ആയുർവേദ വൈദ്യന്മാരെ കൂടി കുറേയൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നതാകും ശരി. കാരണം എന്തുകൊണ്ടെന്നാൽ വളരെ പ്രധാനപ്പെട്ട പല രോഗ അവസ്ഥകളും ഈ MRI സ്കാൻ തുടങ്ങിയ പരിശോധനാ രീതികളുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരേപോലെ സഹായകമാണ്, ഗുണകരവുമാണ്. അപ്പോൾ ഈ പരിശോധനകളെല്ലാം ആദ്യമേ ആവശ്യമില്ല. നമ്മൾ ചികിത്സ ചെയ്ത് കഴിയുമ്പോൾ പ്രയോജനം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പരിശോധനയ്ക്കായി രോഗിയെ നമുക്ക് അയക്കേണ്ടി വരും. അങ്ങനെ ആ പരിശോധനയുടെ റിസൾട്ട് കൂടി നമുക്ക് കാത്തു നിൽക്കേണ്ടതായി വരും. എങ്കിൽ കൂടി സാധാരണഗതിയിൽ ഈ രോഗത്തിൻ്റെ ചികിത്സ അത്രയേറെ വിഷമമുള്ളതല്ല. ഏറ്റവും പ്രധാനം കൂടുതലായ ഒരു സ്ട്രെയിനാണ്, അല്ലെങ്കിൽ നട്ടലിന് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഡിസ്കുകൾക്ക് സംഭവിക്കുന്ന ഒരു സ്ട്രെയിനാണ് ഈ രോഗത്തിന് കാരണം എന്നുള്ളതുകൊണ്ട് ഈ രോഗത്തിൽ വിശ്രമം ഒരു പ്രധാന ഘടകമാണ്. നട്ടലിന് അല്ലെങ്കിൽ ഡിസ്കുകൾക്ക് ഏറ്റവും വിശ്രമം കിട്ടുന്ന ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മലന്ന് കിടക്കുമ്പോഴാണ്. കഴിയുമെങ്കിൽ ആ മലന്ന് കിടക്കുന്ന പ്രതലം ഹാർഡാകുന്നതാണ് നല്ലത്. ഉദാഹരണമായിട്ട് ഒരു പ്ലൈവുഡ് അടിച്ച കട്ടിലാണെങ്കിൽ 2-3 ഷീറ്റ് മീതെ വിരിച്ചിട്ട് കിടക്കയില്ലാതെ മലന്ന് നിവർന്ന് കിടക്കുന്നത് ഡിസ്കിന് വളരെ റിലാക്സ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ കുറേ നേരം ഡിസ്കിനെ അല്ലെങ്കിൽ നട്ടലിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് ഡിസ്കിന് ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് ആ വിശ്രമം കൊണ്ട് തന്നെ അതിന് കുറേയൊക്കെ ഒരു രോഗഹരണ ശക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിപൂർണമായ വിശ്രമം ആവശ്യമുള്ള രോഗമാണ് ചികിത്സയോടൊപ്പം തന്നെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അകത്തേക്കുള്ള കഷായങ്ങൾ കൊടുക്കാറുണ്ട്, പുറമേ നമ്മൾ തൈലം പുരട്ടാറുണ്ട്. ചില നീരുള്ള അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ചില ഔഷധങ്ങൾ അരച്ച് കുഴമ്പാക്കി പൂച്ചിടുന്ന പോലെ ചെയ്യാറുണ്ട്.
ഇങ്ങനെ പല രീതിയിലുള്ള ചികിത്സകൾ ഇതിന് പുറമേക്കായിട്ടും അകത്തേക്കായിട്ടും നമ്മൾ ചെയ്യാറുണ്ട് താനും. അപ്പോൾ സാധാരണഗതിയിൽ ഈ രോഗം ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഒരു ആയുർവേദ ചികിത്സാക്രമം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വയറിളക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മലശോധന കൃത്യമാക്കുക എന്നുള്ളത് ഈ രോഗത്തിൻ്റെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിനു വേണ്ടി കൂടി മാത്രമല്ല, ഈ രോഗത്തിൻ്റെ കാരണങ്ങളെ നിർഹരിക്കാൻ കൂടി വയറിളക്കൽ നല്ലതാണ് എന്നതുകൊണ്ട് സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു ഔഷധം എന്താണെന്ന് വെച്ചാൽ കരിനച്ചി ഇലയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് 1 ഔൺസ് എടുത്തിട്ട് അതിനകത്ത് 1 ഔൺസ് ശുദ്ധി ചെയ്ത് ആവണക്കെണ്ണ കൂടി ചേർത്തിട്ട് അത് രാവിലെ കഴിക്കുക. മീതെ 2 ഗ്ലാസ് ചൂടുവെള്ളവും കുടിക്കുക. ഒരു 3-4 പ്രാവശ്യം വയറിളകി പോകും. ഇത് ഈ രോഗത്തിന് ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയായിട്ടാണ് പറയുന്നത്. ഈ വയറിളക്കിയതിന് ശേഷം നല്ല വിശ്രമം ചെയ്യുക. അതിൻ്റെ കൂടെ ഇതിനാവശ്യമായ കഷായങ്ങളോ ഔഷധങ്ങളോ അകത്തേക്ക് സേവിക്കുക തുടങ്ങിയാണ് ആദ്യ അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഏത് കഷായം നിർദ്ദേശിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലക്ഷണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇച്ചിരിക്കുന്നത് നിശ്ചയിക്കാൻ കഴിയുക. ഉദാഹരണമായിട്ട് കാലിലേക്ക് റേഡിയേറ്റിംഗ് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ സഹചരാതി കഷായമായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ലത്. നേരെ മറിച്ച് നടുവിൻ്റെ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ പിടുത്തമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ രാസനാ സപ്തകം കഷായമായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുക. അപ്പോൾ ഈ രീതിയിൽ ലക്ഷണങ്ങളെ ആശ്രയിച്ചിട്ട് നമുക്ക് ഈ അകത്തേക്ക് കഴിക്കുന്ന ഔഷധങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വരും. ഈ അവസരങ്ങളിലെല്ലാം തന്നെ ആദ്യത്തെ ഒരു 3-4 ദിവസം നമ്മൾ എണ്ണ കൊണ്ടുള്ള മസാജും കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കുകയാണ് പതിവ്. കാരണം ഒരു മസിലിന് വേദനയുണ്ട് എന്ന് കാണുമ്പോൾ അവിടെ ഒരു നീർക്കെട്ടുണ്ട്, ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി പുറമേ എന്തെങ്കിലും ഈ മരുന്നുകൾ അരച്ചിടുന്ന പൂച്ചിടുകയോ അതുപോലെ തന്നെ ഈ ഔഷധങ്ങൾ കിഴി കെട്ടിയതിന് ശേഷം ചെറിയ ചൂട് കൊണ്ട് എണ്ണ പുരട്ടാതെയുള്ള കിഴി ചെയ്യലും, ഞങ്ങളതിനെ രൂക്ഷസ്വേദം എന്നാണ് പറയുക, എണ്ണ പുരട്ടാതെയുള്ള കിഴി ചെയ്യലും മറ്റും ഈ രോഗത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ വെപ്പുകാടി അല്ലെങ്കിൽ ധാന്യാമ്ലം എന്ന് പറയുന്ന ഔഷധം കൊണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ ധാര കോരുന്ന പോലെ ധാന്യാമ്ല ധാര ഈ രോഗത്തിൽ ആദ്യത്തെ 2-3 ദിവസമൊക്കെ എണ്ണ പുരട്ടുന്നതിന് മുമ്പായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നടുവിൻ്റെ കിടത്തിയിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നടുവിൽ ഏതെങ്കിലും ഭാഗത്ത് തൊട്ടാലൊരു വേദന, ഒരു ടെൻഡർനെസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഗൃഹധൂമാതി എന്ന് പറയുന്ന ചൂർണം ഈ പുളിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വറ്റിച്ചിട്ട് ചെറിയ കുഴമ്പ് പോലാക്കി പൂച്ച് പോലാക്കി ഇടുന്ന ഒരു രീതിയുണ്ട്. ഇതൊരു 2-3 ദിവസം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ നീർക്കെട്ട് മാറുന്നു, വേദന മാറുന്നു ശരിക്ക്. അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ ഇതിന് തൈലം കൊണ്ടുള്ള അഭ്യംഗമോ മറ്റ് ചികിത്സകളോ ചെയ്യാറുള്ളൂ. ആദ്യത്തെ ദിവസം വയറിളക്കുന്നു, കഷായവും മരുന്നുകളും കഴിക്കുന്നു. അതിൻ്റെ കൂടെ ധാന്യാമ്ലധാര ഔഷധങ്ങൾ അരച്ച് പൂച്ച പോലെ ഇടുക. അതുപോലെ തന്നെ പൊടിക്കിഴി പോലുള്ളത്, എണ്ണ ചേർക്കാതെയുള്ള പൊടിക്കിഴി പോലുള്ളത് ചെയ്യുക. എന്നെല്ലാം ഇതിൻ്റെ ആദ്യ അവസരങ്ങളിലുള്ള ചികിത്സയാണ്. ഈ അവസരത്തിലെല്ലാം നമ്മൾ അകത്തേക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ള ഒരു ഔഷധമുണ്ട്. അത് ഹിംഗുപജാതി ചൂർണമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൻ്റെ ഒരു അനുലോമമായ പ്രവർത്തനം ഈ രോഗത്തിൻ്റെ ശമനത്തിന് വളരെയേറെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഒരു നേരം സാധാരണ ഹിംഗുപജാതി പൊടി ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ഔഷധങ്ങൾ ചേർന്ന ഒരു പദ്ധതിയുമായി 3-4 ദിവസം കഴിയുമ്പോൾ രോഗിക്കൊരൽപ്പം ആശ്വാസം കിട്ടും. ഈ ആശ്വാസം കിട്ടുന്ന അവസരത്തിൽ നമുക്ക് തൈലം പുരട്ടാനും മറ്റും തുടങ്ങാം. അപ്പോൾ സാധാരണഗതിയിൽ വളരെ ലൈറ്റായിട്ടുള്ള, വളരെ സോഫ്റ്റായിട്ടുള്ള മസാജ് മാത്രമേ ഇതിൽ പാടുള്ളൂ. ശക്തിയേറിയ പ്രഷർ ചെലുത്തുന്ന മസാജൊന്നും ഇതിനകത്ത് പാടില്ല. അതുപോലെ തന്നെ ഈ രോഗത്തിൽ ചെയ്യാവുന്ന വേറൊരു ചികിത്സയാണ് അവഗാഹസ്വേദം എന്ന് പറയുന്നത്. അതായത് ഒരു ടബിനകത്ത് ആവണക്കിൻ്റെ ഇല, പുളിയില, കരിനച്ചി ഇല, എരിക്കില എല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടെ വെച്ചിട്ട് രോഗി അതിനകത്ത് ഇറക്കി ഇരുത്തുന്നു. അത് നമ്മൾ എണ്ണ പുരട്ടുകയൊക്കെ അഭ്യംഗമൊക്കെ ചെയ്തതിന് ശേഷമാണ് രോഗി
രോഗി ഇറക്കി ഇരുത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് കാലുകൾ വെളിയിലിടണം എന്നൊരു നിബന്ധന കൂടിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അരക്കെട്ടിൻ്റെ മസിലുകളെല്ലാം റിലാക്സ് ചെയ്യാനും ആ മസിലുകളിലുള്ള നീർക്കെട്ട് മാറാനും ഒക്കെ ഉപയോഗപ്പെടുന്നതാണ് ശരി. ഈ രീതിയിലുള്ള ചികിത്സകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്യുക, ഇലക്കിഴി ചെയ്യുക തുടങ്ങിയ ചികിത്സകൾ ചെയ്യുന്നു. ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ചികിത്സയാണ് ഈ അനുവാസന വസ്തി അല്ലെങ്കിൽ എണ്ണ കൊണ്ട് വസ്തി ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ ഗുദമാർഗത്തിൽ കൂടി നമ്മൾ അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔഷധീകരിച്ച തൈലം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം രോഗിയുടെ പ്രായത്തിനും അസുഖത്തിൻ്റെ അവസ്ഥയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു ഡോസ് ഗുദമാർഗത്തിൽ കൂടി പ്രവേശിപ്പിക്കുകയും അതിനെ കുറേ നേരം റീറ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ ഉള്ള ഒരവസരം ഒരുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അനുവാസന വസ്തി അല്ലെങ്കിൽ സ്നേഹവസ്തി എന്ന് പറയുന്നു. അതും ഈ രോഗത്തിൽ വളരെയേറെ ഫലപ്രദമായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു വസ്തിയാണ് ക്ഷീരവസ്തി. സാധാരണഗതിയിൽ ഈ ആവണക്കിൻ്റെ വേര് കഷായം വെച്ചിട്ട് അതിനകത്ത് അത് പാൽക്കഷായമാക്കി മാറ്റി, ആവണക്കിൻ്റെ വേര് പാൽക്കഷായം എന്ന് തന്നെ പറയാം, പാൽക്കഷായം മാറ്റിയതിന് ശേഷം അതിനകത്ത് ധാനന്തരം തൈലം, അതുപോലെ സുകുമാരം നെയ്യ്, അത് അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്കനുസരിച്ചിട്ട് ഗുരുഗുരുത്ത് നെയ്യ് തുടങ്ങിയവയൊക്കെ ചേർത്ത് ചെയ്യുന്ന ക്ഷീരവസ്തിയും ഈ രോഗത്തിൽ വളരെയേറെ ഫലപ്രദമാണ്. അപ്പോൾ ചുരുക്കത്തിൽ വേണ്ട രീതിയിലുള്ള റെസ്റ്റ് കിട്ടുക, ആദ്യ അവസരത്തിൽ എണ്ണ പുരട്ടാതെയുള്ള ചികിത്സ ചെയ്യുക, പിന്നീട് ക്രമേണ വസ്തിയായിട്ടും അതുപോലെ തന്നെ പുറമേ പുരട്ടുന്നതായിട്ടുമുള്ള എണ്ണ കൊണ്ടുള്ള ചികിത്സ ചെയ്യുക. ഈ സമയത്തെല്ലാം ഔഷധ രൂപേണ കഷായങ്ങളും മറ്റ് ഔഷധങ്ങളും കഴിക്കുക. ഇങ്ങനെ ഒരു സമഗ്രമായ ചികിത്സാ പദ്ധതി മൂലം ഈ രോഗം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. ആയുർവേദ ഡോക്ടർമാർക്കെല്ലാം തന്നെ വളരെ ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം നൽകുന്ന ഒരു ചികിത്സ കൂടിയാണിത്. പല രോഗികളും ഇതുകൊണ്ട് പൂർണ്ണമായും രോഗവിമുക്തരാകാറുണ്ട്. എങ്കിൽ കൂടി ഈ രോഗത്തിൻ്റെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം കുറേ കാലം കൂടി അവരോട് കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് നിവരരുതെന്ന് പറയും. കാരണം എന്തെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ട് നമ്മൾ നിവരുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ മുഴുവൻ നമ്മുടെ നട്ടലിനെ സംബന്ധിക്കുന്ന പേശികൾക്കും അതുപോലെ തന്നെ കശേരുകൾക്കും അതുപോലെ തന്നെ ഡിസ്കിനുമൊക്കെയാണ്. അപ്പോൾ ആ സ്ട്രെയിൻ ഒഴിവാക്കാനായിട്ട് കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തരുതെന്നും കയറ്റം കയറുക ഇറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കണമെന്നും ലെവൽ ഗരുവണ്ടിക്കട നടക്കണതിന് വിരോധമില്ലെന്നും പറയുക. അതുപോലെ ഇരിക്കുമ്പോൾ എപ്പോഴും ലോ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നട്ടലിൻ്റെ താഴെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുഷൻ കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുത്ത് ചാരി ഇരിക്കുന്ന രീതിയിൽ ഇരിക്കാനും നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ ഈ നടുവേദന മൂലം കുറച്ച് നാൾ ലോ ബാക്കിലെ മസിലുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു വ്യായാമം കിട്ടാതെ വരികയാണെങ്കിൽ ആ വ്യായാമം കിട്ടത്തക്ക രീതിയിലുള്ള കമന്ന് കിടന്നിട്ട് കാലുകൾ പതുക്കെ മുകളിലേക്ക് ഉയർത്തുക തുടങ്ങിയ എക്സസൈസുകളും ആ മസിലുകൾക്ക് ബലം കൊടുക്കാനായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമഗ്രമായ ചികിത്സാ പദ്ധതി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ ഈ രോഗത്തിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ ചികിത്സാ രീതിയുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല.